അങ്ങനെ 5 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളിതാ ജപ്പാനിലോട്ട് പോവുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലമാണ്. കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ എയർപോർട്ടിൽ എത്തിക്കാൻ ഞങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബോർഡിങ്ങിന് വിളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ഒന്ന് തട്ടിക്കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഈ യാത്ര സ്പെഷ്യലാവാൻ എനിക്ക് 2 റീസൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ജപ്പാനിൽ ലാൻഡ് ചെയ്യുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്. ചോദിച്ച് മേടിച്ച വിൻഡോ സീറ്റിൽ നിന്ന് ഞാൻ ഫുൾ ടൈം പുറത്തോട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഒരോർക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡൽഹി എത്തി. ഫ്ലൈറ്റിൽ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് എനിക്ക് തണുക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച ചാച്ചൻ 2 ജാക്കറ്റ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ തണുപ്പൊന്നും ഫ്ലൈറ്റിലില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ചുമക്കണ്ടേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വഴുനീളെ ചാച്ചനോട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളറിയുന്നത് ഞങ്ങളുടെ 12 മണിയുടെ ഫ്ലൈറ്റ് ഡിലേ ആണ്. അതിന് 3 മണിക്കേ വരുള്ളൂ. അപ്പം അതുവരെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെയൊക്കെ കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് അത് മൊത്തം ചുറ്റി കണ്ടു. അങ്ങനെ നടന്ന് ഞാൻ മടുത്ത് ഞാനൊരു സൈഡിലിരുന്ന് ഉറങ്ങി. ഈ സമയം കൊണ്ട് പാവം എൻ്റെ ചാച്ചൻ എവിടെയൊക്കെയോ കറങ്ങി നടന്ന് തപ്പി കണ്ടുപിടിച്ച് ഒരു ഗിഫ്റ്റുമായിട്ട് കറക്റ്റ് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോഴാണ് അറിയുന്നത് 3 മണിയുടെ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയി 4 മണിക്കേ വരുള്ളൂന്ന്. അങ്ങനെ കാത്തിരുന്ന് അവസാനം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബോർഡിങ്ങിന് വിളിച്ചു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയതോടുകൂടി ആ പഴയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. ഞാൻ ഉടനെ തന്നെ കിടന്നുറങ്ങി. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലായിരുന്നു. ഇത്തവണ നല്ല തണുപ്പായിരുന്നു. ഞാൻ പൊതുവേ കുറച്ച് സെൻസിറ്റീവ് ടു കോൾഡ് ആയത് കാരണം എനിക്ക് ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ 2 ജാക്കറ്റും ചാച്ചൻ്റെ ജാക്കറ്റും അതിൻ്റെ പുറത്തൊരു പുതപ്പും കൂടെ പുതച്ചിട്ടാണ് കിടന്നത്. അങ്ങനെ നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത്, ദേ അല്പസമയത്തിനുള്ളിൽ നമ്മൾ നരീറ്റ എയർപോർട്ടിൽ എത്തുമെന്ന്. അത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി. അങ്ങനെ ഞങ്ങൾ ജപ്പാനിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 ട്രെയിൻ കയറേണ്ടി വന്നു. അതിലൊരെണ്ണം ബുള്ളറ്റ് ട്രെയിനായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങളുടെ കൂടെ അഞ്ജന സാരം ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ വെച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു സീല് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചാച്ചന് എനിക്ക് തന്ന നോട്ട് പാഡിൽ ഞാൻ ആ സീല് സ്റ്റാമ്പ് ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇതിനകത്ത് നമ്മൾ പോകുന്ന സ്റ്റേഷൻ, നമ്മുടെ ഡിപ്പാർച്ചർ ടൈം, അറൈവിങ് ടൈം, ഡേറ്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തി. അവിടെ ജോബിൻസൺ നമ്മളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. കൂടെ എനിക്കൊരു സർപ്രൈസും. എനിക്ക് വേണ്ടി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ഹോട്ടൽ റൂമിലോട്ട് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.